ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൈതൺ പ്രോഗ്രാമിംഗ് ഒന്നുമല്ല, മറിച്ച് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാവുന്നതാണെങ്കിൽ വിട്ടുകളെ നീക്കുക. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ പ്രസന്റേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈൽ കണ്ടില്ലേ? ഇതേ സ്റ്റൈലിൽ നല്ലൊരു പ്രസന്റേഷൻ എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇതേപോലെ അടിപൊളി ഇമേജസ് ഒക്കെ കൊടുത്ത്, ടെക്സ്റ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത്, സൈഡിൽ ചെറിയ ചെറിയ ഐക്കൺസ് ഒക്കെ കൊടുത്ത് എങ്ങനെയായിരിക്കാം ഈ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതിനുവേണ്ടി ഒത്തിരിയേറെ സമയം കളയേണ്ടതുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നേരത്തെ ചെയ്തിരുന്ന ഒരു പ്രസന്റേഷൻ ഇവിടെ എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ്, AI ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഇതേപോലെയുള്ള അടിപൊളി പവർ പോയിന്റ് പ്രസന്റേഷൻസ് തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുന്ന വെബ്സൈറ്റിന്റെ പേരാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. gamma.app അല്ലെങ്കിൽ gamma.app എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇവിടെ അത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തൽക്കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ട്രൈ ഗാമ ഫോർ ഫ്രീ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ട്രൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള പേജാണ് വരിക. അവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണ്. ഞാൻ സൈൻ അപ്പ് ചെയ്ത മെയിൽ ID ഇവിടെ കാണിക്കുന്നുണ്ട്. ആ മെയിൽ ID ഒന്ന് സെലക്ട് ചെയ്യുക. ഉടൻ തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി അടുത്തൊരു പേജ് വരും. അവിടെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മളുടെ ഫസ്റ്റ് പേജ് വന്ന് ഇവിടെ പേഴ്സണൽ സെലക്ട് ചെയ്യുക. അവിടെ ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് വർക്ക് സ്പേസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ കുറിച്ച് ചോദിക്കും. അത് സെലക്ട് ചെയ്തതിനു ശേഷം അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വരുന്ന പേജ് ഇതാണ്. ക്രിയേറ്റ് വിത്ത് AI എന്ന് പറയുന്ന പേജാണ്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാകും. പേസ്റ്റ് ഇൻ ടെക്സ്റ്റ്, രണ്ടാമത് ജനറേറ്റ്, അതാണ് AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നു. മൂന്നാമത്തത് ഇമ്പോർട്ട് ഫയൽസ് ഓർ URL, നിലവിലുള്ള ഏതെങ്കിലും ഒരു ഫയല് അല്ലെങ്കിൽ മറ്റൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നത് അല്ലെങ്കിൽ വെബ് പേജസ്, അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് അതിൽ നിന്നൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഏത്? ജനറേറ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് AI സഹായത്തോടെ പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കുന്നു. അതുകൊണ്ട് കണ്ടിന്യൂ ബട്ടൺ ഇവിടെ നമുക്ക് പ്രസ് ചെയ്യാം. ബാക്കി 2 ഓപ്ഷൻസും വേണ്ടിയവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു. വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് ടുഡേ എന്നിവിടെ ഒരു ചോദ്യമുണ്ട്. പ്രസന്റേഷൻ ആണോ തയ്യാറാക്കേണ്ടത്, അതോ വെബ്സൈറ്റ് ആണോ, ഡോക്യുമെന്റ് ആണോ? നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രസന്റേഷൻ ആണ്. ആ പ്രസന്റേഷനകത്ത് എത്ര പേജുകൾ ഉണ്ടാകും? പേജുകളെയാണ് കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 10 കാർഡ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ബാക്കിയുള്ള കാർഡുകൾ എടുക്കുന്നതിന് പേയ്മെന്റ് വേണം. അതുകൊണ്ട് നമുക്ക് 10 കാർഡ് വരെയാണ് ഇവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ലാംഗ്വേജും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. കുറച്ച് ലാംഗ്വേജുകൾ അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദിയും ഇവിടെയുണ്ട്. ഓക്കെ, അതിനുശേഷം ഒരു പ്രോംപ്റ്റ് പറയാം. എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. താഴെ കുറച്ച് എക്സാമ്പിൾ പ്രോംപ്റ്റും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നോക്കി ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തു. ദ ഫ്യൂച്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ഒരു പ്രോംപ്റ്റ് അവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്താണ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഉടൻ തന്നെ ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കിട്ടും. അതിലൊന്ന് പ്രസ് ചെയ്യുക. നിമിഷ നേരം കൊണ്ട് അത് ഔട്ട്ലൈൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഇതിനോടനുബന്ധിച്ച് വരേണ്ട പേജുകൾ എന്തെല്ലാമാണ്. 10 പേജുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന പേജുകളിൽ എന്തായിരിക്കും കണ്ടന്റ് എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ടോപ്പിക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനിയും ഓരോ പേജിലും ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ജനറേറ്റ് ഒറിജിനൽ ഇമേജസ് ആൻഡ് ഗ്രാഫിക്സ് വിത്ത് AI എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് സ്റ്റൈൽ എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് പറയുക. ഞാൻ വെറുതെ അവിടെ യൂസ് സ്റ്റൈലിഷ് ആൻഡ് അട്രാക്റ്റീവ് ഇമേജസ് എന്ന് മാത്രം കൊടുത്തു. ഇമേജ് മോഡൽ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അടുത്ത പേജിൽ നമുക്ക് തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു തീമാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്.
അതിനുശേഷം ജനറേറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ഗാമ നമുക്ക് വേണ്ടി പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ആദ്യത്തെ പേജ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സൈഡിലേക്കുള്ള ഇമേജ് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. നമ്മൾ നോർമലി ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറഞ്ഞൊരു അംശം സമയത്തിനുള്ളിൽ ആ പേജ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ എത്രാമത്തെ പേജ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇമേജസും അതിനകത്ത് അത് റൈറ്റ് ചെയ്യുന്നുണ്ട്. കോപ്പി റൈറ്റ് പ്രശ്നങ്ങളൊന്നും വരാത്ത ഇമേജസ്, അതാണ് നമുക്കിവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ് ക്രിയേറ്റ് സംതിങ് എൽസ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ഒരു പ്രസന്റേഷൻ ഒന്ന് നോക്കാം. പ്രസന്റേഷനകത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൂൾ ബാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ നമ്മുടെ ഈ ഇമേജസ് മാറ്റാം, മീഡിയസ് ചേഞ്ച് ചെയ്യാം, അതോടൊപ്പം തന്നെ ചാർട്ടുകളും ഡയഗ്രാംസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രസന്റേഷൻ ഇവിടെ നിന്ന് റൺ ചെയ്യാം. പ്രസന്റ് എന്ന് പറയുന്ന ആ ബട്ടൺ പ്രസ് ചെയ്ത് റൺ ചെയ്യാം. തൽക്കാലം നമുക്കിതിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ആ എക്സ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ടു PDF, എക്സ്പോർട്ട് ടു പവർ പോയിന്റ് എന്ന് 2 ഓപ്ഷൻസ് ഉണ്ടാകും. ഒന്നുകിൽ പവർ പോയിന്റ് ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ PDF ആയിട്ടും ഡൗൺലോഡ് ചെയ്യാം. ഇത് വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് എംബഡ് ചെയ്യണമെങ്കിൽ എംബഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മൾ ഈ പവർ പോയിന്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പവർ പോയിന്റ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. യുവർ എക്സ്പോർട്ട് ഈസ് റെഡി എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇറ്റ് എന്ന് ഒരു ലിങ്ക് ഉണ്ടെങ്കിലും ആ സമയത്ത് തന്നെ ഇവിടെ ഡൗൺലോഡായി വന്നിരുന്നു. റൈറ്റ് സൈഡിൽ ഡൗൺലോഡ്സ് എന്ന് കാണിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമ്മുടെ ഡൗൺലോഡ് സെക്ഷനിലേക്ക് പോകാം. ഈ ഫോൾഡർ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഷോ ഇൻ ഫോൾഡർ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പ്രസന്റേഷൻ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വളരെ സ്റ്റൈലിഷ് ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു പ്രസന്റേഷൻ ഇവര് റെഡിയാക്കി തന്നു. ഓക്കെ, എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കാണും. ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റേഷൻസ് ഒക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.